ഹായ് എല്ലാവർക്കും നമസ്കാരം. അഗർകൊയ്ത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ ആഴ്ച പരിചയപ്പെടാൻ പോകുന്ന ഇടുക്കി മരിയാപുരം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടമാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടുകൊണ്ട് ആരംഭിക്കാം. ഒന്ന് പരിചയപ്പെടുത്താമാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നമസ്കാരം, എൻ്റെ പേര് ലാലു. ഞാൻ മരിയാപുരം സ്വദേശിയാണ്. എനിക്ക് 58 വയസ്സുണ്ട്. കൃഷിയാണ് എനിക്ക് ഉപജീവന മാർഗം. ഞാൻ ഡിഗ്രി കഴിഞ്ഞ കമ്പ്യൂട്ടർ കോഴ്സും കഴിഞ്ഞിട്ടാണ് കൃഷിയിലേക്ക് വന്നത്. എൻ്റെ പിതാവ് നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ആ കൃഷിയുടെ ഇതിൽ ആകർഷണമായിട്ടാണ് സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് ഞാൻ കൃഷിയിലേക്ക് വന്നത്. ഇടക്കാലം കൊണ്ട് ഞാൻ ഓർത്തുപോയി ഒരു സർക്കാർ ജോലിയായിരുന്നു നല്ലത് എന്ന്. കാരണം കൃഷിയിൽ നിന്ന് ഭയങ്കര നഷ്ടങ്ങൾ നേരിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ ചിന്താഗതിയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. കാരണം പണ്ട് കാരണവന്മാരുടെ ഒരു പഴമൊഴി ഉണ്ടായിരുന്നു, പെണ്ണ് ചതിച്ചാലും മണ്ണ് ചതിക്കുകയായിരുന്നു. പക്ഷേ മണ്ണും ചതിച്ചു തുടങ്ങി, പെണ്ണ് മാത്രമല്ല മണ്ണും ചതിച്ചു തുടങ്ങി. അപ്പോൾ അന്നേരമാണ് എനിക്ക് ആ ചിന്താഗതി വന്നത്. പക്ഷേ ഞാൻ അതിന് ശേഷം കൃഷിയുടെ മറ്റുള്ള രീതികളിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരേ രീതിയിലുള്ള ഒരു കൃഷിയായിരുന്നു. കുരുമുളക് ചെയ്യുവാണെങ്കിൽ കുരുമുളക് മാത്രമായിരുന്നു, അതിനിടവിളയായിട്ട് വേറൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ ഞാനതൊരു സമ്മിശ്ര രീതിയിലുള്ള കൃഷിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കൃഷി ഇപ്പം ലാഭകരമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം അത്യാവശ്യം ഉൽപ്പന്നങ്ങൾക്ക് വിലയുണ്ട്, ഉൽപ്പാദനം ഉണ്ട്. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാവിലെ ഒരു 6-6:30 ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ പുരയിടത്തിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചൊരു 6-6:30-7 മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി. കാരണം മണിക്കൂർ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ദിവസം അധ്വാനിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ മാനസിക എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഫുൾ ഓക്കെയാണ്. എനിക്ക് ഫുൾ എനർജിയാണ്. ഞാൻ പല കൂട്ടം അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതി കൊണ്ട് ആ രോഗങ്ങളൊന്നും എന്നെ ഒരു പരിധി കൂടുതൽ എന്നെ ജരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ ഫുള്ളായിട്ട് അധ്വാനിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല എനർജി ഉണ്ട്. നമുക്ക് അറിയേണ്ടതും പരിചയപ്പെടാനും ഇദ്ദേഹത്തിൻ്റെ കൃഷി വിളകളാണ്, കൃഷി അറിവുകളാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യകാലത്ത് ഞങ്ങൾ ഈ ഹൈ റേഞ്ചിലെ ഏറ്റവും നല്ലൊരു മാതൃകാ കൃഷിത്തോട്ടത്തിൻ്റെ ഉടമയായിരുന്നു എൻ്റെ പിതാവ്. അന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് കരിമണ്ടയായിരുന്നു. ഏകദേശം അന്ന് ഒരു കൊടിയെന്ന് ഒരു ശരാശരി ഉൽപ്പാദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 കിലോ 8 കിലോ ഉണക്കക്കുരുമുളക് കിട്ടുമായിരുന്നു. അന്ന് ഏകദേശം ഒരു 20 അടി 25 അടി മിച്ചം പൊക്കമുള്ള താങ്ങാലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മുരിക്കായിരുന്നു. ആ മുരിക്കയില കൊടി കയറി നന്നായിട്ട് അത് പട്ടാരം വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഒരു 6 കിലോ 7 കിലോ ഉണക്ക കുരുമുളക് കിട്ടുമായിരുന്നു. ഇന്ന് അതൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ ഞാൻ അതിന് ശേഷം എൻ്റെ പിതാവിൻ്റെ കാലശേഷം ഞാൻ ഈ കൃഷിയിടം തന്നെ നോക്കാൻ തുടങ്ങി. രണ്ടാമത് ഞാൻ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ രീതിയിലുള്ള ഉൽപ്പാദനം നമുക്ക് ലഭിക്കുന്നില്ല. കാലാവസ്ഥയിലുള്ള വ്യതിയാനമാണ്. പണ്ട് നമ്മളൊരു കുരുമുളക് ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു 10 തിരി മുളകെങ്കിലും ആ കൊടിയെന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഒരാൾ പൊക്കം 1.5 ആൾ പൊക്കത്തിൽ ആ കൊടി ഒരു വർഷം കൊണ്ട് വളരുമായിരുന്നു. ഇപ്പോൾ നമ്മളൊരു കൊടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 3 വർഷം കഴിയാതെ നമുക്കതിൽ നിന്ന് ആദായം കിട്ടിയല്ല. ഒരു 4-5 വർഷം ആകുമ്പോഴാണ് അത്യാവശ്യം ആദായത്തിലേക്ക് വരുന്നത്. അപ്പം അവിടെ നമുക്ക് എങ്ങനെ ഈ കൃഷി മേഖലയിൽ പിടിച്ചു നിന്ന് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷി രീതിയിലേക്ക് പോയാൽ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. പണ്ട് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങൾ കുരുമുളക് നനച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അന്ന് കാരണവന്മാർ പറയുന്ന ഒരു കാര്യം, നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദനം കുറയും. കാരണം കൊടി നേരത്തെ തളുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉൽപ്പാദനം കുറവായിരിക്കും എന്നായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്ന ഒരു അറിവ്. പക്ഷേ ഇപ്പം ഞാൻ അതിന് ശേഷം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേനലാകുമ്പോൾ ഒരു 15 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കൊടിയുടെ ചുവട് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ നന്നായിട്ട് പൊതയിടാറുണ്ട്. പൊതയിട്ടതിന് ശേഷമാണ് നമ്മൾ നനച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നനച്ചു കൊടുക്കുന്ന ഒരു നനവ് നമുക്ക് ഏകദേശം ഒരു 10-15 ദിവസത്തേക്ക് നമുക്കത് കിട്ടും എന്നുള്ളതാണ്. മാസത്തിൽ 2 പ്രാവശ്യം നനയ്ക്കണം എന്ന് ഞാൻ പറയാൻ ഉണ്ടായൊരു സാഹചര്യം. അതേപോലെ തന്നെ പുതുമഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ കുമ്മായം ഇട്ട് ഒരു 8-10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചാണകവും പിന്നെ അതിന് ശേഷം രാസവളം ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പണ്ട് ആണെങ്കിൽ രാസവളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു, മണ്ണിൽ അതനുസരിച്ച് വളമുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂടുതൽ മഴ പെയ്തുകൊണ്ട് മണ്ണിൻ്റെ മുകളിലുള്ള വളക്കൂറുള്ള മണ്ണ് കൂടുതൽ മേൽമണ്ണ് ഒഴുകിപ്പോയതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അത് നമുക്ക് ഈ കൂടുതൽ കേടൊക്കെ കാണുന്നത്. ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ തന്നെ ഏകദേശം കഴിഞ്ഞ ഉണക്കിൻ്റെ കാലത്ത് തന്നെ ഒരു പകുതി കുരുമുളക് നശിച്ചു പോയിട്ടുണ്ട്.
ഉണക്കിനോടനുബന്ധിച്ച്. പക്ഷേ ആ പോയതിൻ്റെ പുറകെ തന്നെ ഞാൻ വീണ്ടും പുതിയ പന്നിയൂർ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം അത് പെട്ടെന്ന് കയറ്റിക്കൊണ്ട് വരാനായിട്ട്. വിളവ് കുറവാണ് പന്നിയൂറിന് കരിമണ്ട വെച്ച് നോക്കുമ്പോൾ. പക്ഷേ എന്നാലും പെട്ടെന്ന് നമുക്ക് കരിമണ്ടയേക്കാളും കൂടുതൽ വളർച്ച പന്നിയൂറിനാണ്. നമ്മളിവിടെ എന്തര സ്ഥലത്ത് ഇപ്പോൾ കുരുമുളക് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ എനിക്കൊരു 1.5 ഏക്കർ മിച്ച സ്ഥലത്ത് കുരുമുളകുണ്ട്. ഇപ്പം എത്ര ചുവടുണ്ട്? ഒരു 700-750 മുകളിലുണ്ട്. ഏതാ ഇനങ്ങൾ ചെയ്യുന്നത് നമ്മൾ? എനിക്ക് എല്ലാ ഇനവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആകെ പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമണ്ടയാണ്. കേട് കുറവ് ഇപ്പം കാണുന്ന കരിമണ്ടയ്ക്കാണ്. പന്നിയൂറിൻ്റെ 2-3 ഐറ്റം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൊമ്പ് ഇറങ്ങി പോവാണ്. പിന്നെ നാടൻ ഇനം ഉണ്ടായിരുന്നു. അതും ആ 2018 പ്രളയത്തോടു കൂടി ആ നാടിന് നശിച്ചുപോയി. നാടിന് പ്രതിരോധശേഷി കൂടുതലുണ്ട്, ഉൽപ്പാദനം കുറവായിരുന്നു. നമുക്കൊരു വർഷം എന്നെ ഈൽഡ് കിട്ടും ഒരു ഇതിൽ നിന്ന്? ഇതിൽ നിന്നാണ് ഇപ്പോൾ എനിക്കൊരു ശരാശരി ഒരു 1000 കിലോ അടുത്ത് കുരുമുളക് കിട്ടുന്നുണ്ട് ഇതിൽ നിന്നല്ലേ? ഇതിൽ നിന്ന്. അപ്പോൾ ഒരു ചെടിയെന്ന് ഒരു ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 കിലോ ഒക്കെ ശരാശരി കിട്ടുന്നുള്ളൂ. പക്ഷെ അത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമാണ്. കാരണം നമുക്ക് വർഷത്തിലൊന്നേ ആദായം കിട്ടുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഏകവിളയായിട്ടായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് മാറി ബഹുവിളയിലേക്ക് മാറിയേക്കുവാണ്. ഇപ്പം ഈ കുരുമുളക് തോട്ടത്തിൽ തന്നെ നമ്മൾ കമുകും തെങ്ങും ജാതിയും എല്ലാം നമ്മൾ കൃഷി ചെയ്യുകയാണ്. ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാസവളം നമ്മൾ ഇടുവാണെങ്കിൽ അത് 1 കിലോ ഒരുമിച്ചിടാതെ ഒരു 4 പ്രാവശ്യം ഇടുവാണെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ളൊരു പ്രയോജനം നമുക്ക് ആ ചെടികൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിൽ തന്നെ ഒരു പണിക്കാരുടെ ഒരു ചിലവ് മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് കൂടുതൽ വരുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നിന്നുള്ളൊരു ബെനിഫിറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആ രീതിയിലുള്ള കൃഷി ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമ്മൾ ആ കുരുമുളകിന് ഇപ്പോൾ കൊടുക്കുന്ന വളങ്ങളുടെ ഒരു ഇത് പറഞ്ഞു, ചാണകം അടക്കമുള്ള ഇത് പറഞ്ഞു. നമ്മൾ അതിൻ്റെ ഒരു അളവൂടൊന്ന് പറയാം, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 കിലോ നമ്മൾ വളവ് കൂട്ടുകയാണെങ്കിൽ അതിനകത്തൊരു 50 കിലോ മഷൂറിയാണ് കൂട്ടുന്നത്. അതിനകത്താണെങ്കിൽ ഒരു 20 കിലോ ആണെങ്കിൽ പൊട്ടാഷ്യം, 20 കിലോ ഫാക്ടംഫോസും 10 കിലോ യൂറിയ, അങ്ങനെയാണ് നമ്മളത് കൂട്ടുന്നത്. അന്നേരം ഒരു ചെടിക്ക് എത്ര വെച്ച് വരണം? ആ ചെടിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുത്ത ചെടിയാണെങ്കിൽ നമുക്കൊരു 1 കിലോ മിച്ചം 1.5 കിലോ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ചുവട്ടില്ല. അത് ഏത് സമയത്താണ് ചെയ്യേണ്ടത്? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് നമ്മളത് വളം ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 1 കിലോ മിച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, 2 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുമഴ പെയ്ത് കഴിയുമ്പോൾ ചാണകപ്പൊടിയുടെ കൂടുതൽ 1 പ്രാവശ്യം ഇടുക. പിന്നെ നമ്മൾ കുരുമുളക് പറിക്കുന്നതിന് മുമ്പ് നമ്മൾ ശകലം പൊട്ടാഷ്യം ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഈ കുരുമുളകിന് നമുക്ക് ചീരുണ്ടാകാതെ മണികൾക്ക് നല്ല ദൃഢത കിട്ടും. ഞാനിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമളിയേലമാണ്, കണിപ്പറമ്പനേലമാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. കണിപ്പറമ്പേലം ഇവിടെ ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ച് ചൂടല്പം കൂടുതലാണ്. അപ്പോൾ ആ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ കണിപ്പറമ്പനേലയാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈൽഡ് കിട്ടുന്നത്. കാരണം ഞാൻ ഇപ്പോൾ നട്ടിട്ടാണെങ്കിൽ ഒരു 18 മാസമായുള്ളൂ. ഏലം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടാണ് നിൽക്കുന്നത്. നമ്മളാണെങ്കിൽ ശരിക്ക് മാസത്തിൽ 1 വെച്ച് നമ്മൾ മരുന്നടിക്കുന്നുണ്ട്. മാസത്തിൽ 1 വെച്ച് നമ്മൾ വളം കലക്കി ഒഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചെടിയിൽ അടിച്ചു കൊടുക്കുകയോ ചെയ്യാറുണ്ട്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചാണകം ഇട്ട് കൊടുക്കാറുണ്ട്. മിക്ക കൃഷിക്കാരും പറയുന്നത് ചാണകം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേരുപുഴു ഉണ്ടാകും, അതുകൊണ്ട് ഏലച്ചെടി നശിക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്ക് നന്നായിട്ട് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന ചാണകം ഉപയോഗിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ഉണക്കിയെടുക്കുന്ന ചാണകം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ കൃമികീടങ്ങളുടെ ശല്യം ഒത്തിരി കുറവുണ്ട്. നമുക്ക് അതുകൊണ്ട് നൈട്രേറ്റ് കൂടുതൽ കിട്ടും. വെയിലത്തിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് നൈട്രേറ്റ് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ചാണകം മേടിക്കുമ്പോൾ തന്നെ വെയിലില്ലാതെ തണലത്തിട്ട് ഉണങ്ങി എടുക്കുന്ന ചാണകം എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഗുണപ്രദമായിരിക്കും. അതോടൊപ്പം തന്നെ ഏലച്ചെടിക്കകത്ത് നമ്മൾ ഒരു കാരണവശാലും കള കയറാൻ അനുവദിക്കരുത്. എല്ലാ സമയത്തും നമ്മളതാണെങ്കിൽ കള പറിച്ച് അതിൽ തന്നെയാണെങ്കിൽ ഏലം നന്നായിട്ട് ഒരുക്കി നമ്മൾ അടിക്കുന്ന മരുന്ന് യഥാസമയങ്ങളിൽ ചെടിക്ക് നന്നായിട്ട് ലഭിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെയാണെങ്കിൽ ശരിക്ക് ഈ വെയിലിൻ്റെ ശല്യം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ തണൽ മരം ക്രമീകരിക്കുന്നതിന് പകരം ഞാൻ ഗ്രീൻ നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തണൽ മരം ആകുമ്പോൾ അതിനകത്തൊരു പ്രശ്നം നമുക്കിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലം ആയി കഴിയുമ്പോഴത്തേക്ക് ഏലത്തിന് അഴുകൽ കൂടുതലുണ്ടാകുന്നുണ്ട്. ഇപ്പം ഒരു മഴക്കാലം കടന്നു പോകാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഏലച്ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ഈ കീടങ്ങളും അതിൽ തന്നെ അഴുകൽ രോഗവും ഉണ്ടാകുന്ന മഴക്കാലത്താണ്.
വേനൽക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2 മാസത്തെ ഒരു പ്രശ്നമുള്ളൂ. ആ 2 മാസത്തേക്ക് നമ്മൾ തണൽ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉൽപ്പാദനം ലഭിക്കും. കുമളിയേലം കൂടാതെ ഞള്ളാനിയും കൃഷി ചെയ്തിട്ടുണ്ട്. ഞള്ളാനിയും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞള്ളാനിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലാകുമ്പോഴത്തേക്കും ഉണക്ക് കൂടുതൽ തട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മാറാനായിട്ട് മഴ പെയ്ത് 1 മാസം മിച്ചം കഴിഞ്ഞാണ് അത് നന്നായിട്ട് വള്ളിയടിച്ച് നന്നായി വരുവുള്ളൂ. ചേട്ടാ, നമ്മുടെ ഈ കുമളിയേലം എങ്ങനെയുണ്ട് നമ്മൾ കൃഷി ചെയ്തിട്ട്? കുമളിയേലം കൃഷി ചെയ്തിട്ട് ഒരു 10-20 അടി പൊക്കത്തി വരെ ഈ കുമളിയേലം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട്, ഒരു 1.5 വർഷം കൊണ്ട് ഏകദേശം ഒരു 50 തട്ടേ കൂടുതൽ ഒരു ചെടിയേലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു ഈൽഡ് കിട്ടുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ, നന്നായിട്ട് ചെടി നിൽക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു 5 കിലോ 6 കിലോ പച്ചക്ക വെച്ച് ഒരു എടുപ്പിന് നമുക്ക് ഈ കുമളിയേലത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആകെ ഒരു ദോഷവശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കായ്ക്ക് ബോൾട്ടും കുറവുണ്ട്, അതോടൊപ്പം തന്നെ ഒരു കളറും കുറവുണ്ട് ഉണങ്ങി എടുത്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ വിലയിലൊരു വ്യത്യാസം വരാൻ സാധ്യതകൾ കാണുന്നുണ്ട്. ഇപ്പം നിലവിലിപ്പം നമ്മൾ കൊടുക്കുന്നത് മറ്റേ ഏലത്തിൻ്റെ വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഉൽപ്പാദനം കൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധ്യത ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് സാധാരണ ഏലച്ചെടി ഇപ്പം ഞള്ളാനിക്ക് ഭയങ്കരമായിട്ട് രോഗങ്ങളുണ്ട്. അത്രയും രോഗങ്ങൾ ഈ കുമളിയേലത്തിനുണ്ടോ? ഇല്ല, കുമളിയേലത്തിനാണ് ഞള്ളാനിയേക്കാളും കൂടുതൽ രോഗമുള്ളത്. ഉള്ളത് കാരണം ഇതിന് മാത്രം കണ്ടുവരുന്ന ഒരു രോഗമാണ് ഈ ചേനത്തണ്ടൻ എന്ന് പറയും. അപ്പോൾ ആ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഏലച്ചെടി നശിച്ചു പോകും. പക്ഷെ ഞള്ളാനിയിൽ ആ രോഗമില്ല. ഇതിൻ്റെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലിനെ പ്രതിരോധിക്കാൻ സാധിക്കും. രോഗപ്രതിരോധ ശക്തി കുറവാണ്. പക്ഷേ ചേനത്തണ്ടൻ എന്ന് പറഞ്ഞ രോഗം എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു. ചേനത്തണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചേനയുടെ തണ്ടയിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും ഒരു കളർ വ്യത്യാസം വരുന്നുണ്ടല്ലോ, ഒരു ഇത്. അപ്പോൾ അതേ പോണക്ക് തന്നെ ഈ ഇലയുടെ അടിവശത്തായിട്ട് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഈച്ച പരാഗണം നടത്തുന്ന ആ സമയത്ത് അതോടൊപ്പം തന്നെ ഈ രോഗവും നമ്മുടെ തോട്ടത്തിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട്. ഞള്ളാനിക്ക് ഈ രോഗമില്ല. ഫിസേറിയം പിടിപെടുന്നു. ഫിസേറിനാണെങ്കിൽ ഫിസേറിനും ഉണ്ട്. അത് എല്ലാത്തിനും ഫിസേറിയം വരുന്നുണ്ട്. അത് അഴുകലും ഉണ്ട്. പക്ഷെ അഴുകൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ മരുന്ന് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മഴ തുടങ്ങി വേരുകേടുകൾ എങ്ങനെയുണ്ട്? വേരുകേട് കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ അതല്ല, നമ്മൾ അതാണെങ്കിൽ അതനുസരിച്ച് അഡ്വാൻസ് ആയിട്ട് മരുന്ന് ചെയ്തില്ലെങ്കിൽ എല്ലാത്തിനും ഒരേ രീതിയിലാണ് രോഗം വരുന്നത്. വേരുകേടാണെങ്കിലും അതിൽ തന്നെയാണെങ്കിലും അഴുകലാണെങ്കിലും നമ്മൾ അഡ്വാൻസ് ആയിട്ട് മരുന്ന് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു വളപ്രയോഗം എന്ന് പറയാമോ, എങ്ങനെയൊക്കെയാണ് വളപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഇപ്പം ആദ്യം നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചാണകം എല്ലാത്തിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മഴ പെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫാക്ടംബോസും മസൂറിയും യൂറിയയും പൊട്ടാഷും കൂടെ കൂടി ഏകദേശം ഒരു ചെടിക്ക് ഒരു 1.5 കിലോ വരുന്ന രീതിയിൽ അതിട്ട് കൊടുക്കും. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ മരുന്ന് ട്രെഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഓരോ പ്രാവശ്യം വ്യത്യസ്തമായ രീതിയിലാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം NPK ചെയ്തെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ മാറ്റി ചെയ്യും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാസത്തിൽ ഒരു മരുന്നടി അതിന് ഒന്നെങ്കിൽ വളം ട്രെഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അടിച്ചു കൊടുക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്താൽ മാത്രം അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം കിട്ടുള്ളൂ. നമുക്ക് വിലയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ രീതിയിൽ കൃഷി ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് നിന്ന് ഒരു പൈസ കിട്ടുള്ളൂ. ഇപ്പോഴത്തെ രീതിയിൽ പോയാലും നമുക്ക് കൃഷി കൊണ്ട് യാതൊരു നഷ്ടവുമില്ല. നമുക്ക് ഇത് മൊത്തം എത്ര ചെടി നമ്മൾ നട്ടിട്ടുണ്ട്? ഞാൻ ഒരു 800 ചെടി നട്ടിട്ടുണ്ട്. 2 ഏക്കറോളം അല്ലേ? 2 ഏക്കറോളം. അതിനകത്തൊരു 600 ചെടി ആണെങ്കിൽ ഈ കുമളിയേലവും ഒരു 200 ചെടിയാണെങ്കിൽ ഞള്ളാനി നട്ടിട്ടുണ്ട്. നമ്മൾ അത്ര സ്ഥലത്ത് ഗ്രീൻ നെറ്റ് ചെയ്യാൻ എത്ര രൂപ മുടക്കായി മൊത്തം? ഏകദേശം ഒരു 2 ലക്ഷം രൂപ എടുത്ത് 1.25-2 ലക്ഷത്തിന് ഇടയ്ക്ക് നമുക്കൊരു ചിലവ് വന്നിട്ടുണ്ട്. ഗ്രീൻ നെറ്റ് മാത്രം, അങ്ങനെ വേറെ തണൽമരങ്ങളൊന്നുമില്ല? തണൽമരങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട്. മഴക്കാലം ആകുമ്പോൾ അഴുകലിൻ്റെ ഒരു പ്രശ്നമില്ല. കാരണം മഴക്കാലം ആകുമ്പോഴത്തേക്കും ഈ മഴ പെയ്ത് കഴിയുമ്പോൾ വൃക്ഷങ്ങളിൽ വെള്ളത്തുള്ളി ഇരിക്കുന്ന ഇലയിൽ നിന്ന് എപ്പോഴും അതിങ്ങനെ മഴ പെയ്യുന്ന കണക്ക് അത് തൂളിക്കൊണ്ടിരിക്കും. അത് ഏലത്തിൻ്റെ ചുവട്ടിലേക്ക് വീണ് കഴിയുമ്പോൾ അഴുകലുണ്ടാകുന്നുണ്ട്. ഇതിപ്പം നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ അതിൻ്റെ വെള്ളം മൊത്തം തീരും. മറ്റേ മരത്തിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുകയല്ല. അതാണ് അതിനകത്തൊരു ഗുണം. ഈ കാപ്പി നട്ടിട്ട് ഒരു 18 മാസം ആകുന്നേ ഉള്ളൂ. നമ്മൾ കാപ്പി നട്ട് കഴിഞ്ഞപ്പോൾ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു, ജൈവവളമായിട്ട്. അതിന് ശേഷം നമ്മൾ അല്പമാണെങ്കിൽ ഫാക്ടംബോസും യൂറിയയും പൊട്ടാഷും മസൂറിയും കൂടെ കൂടി ഒരു 10-300 ഗ്രാം വെച്ച് അതിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഇതിനൊരു തണൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ കാലാവസ്ഥ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് നമ്മൾ തണൽ കൊടുക്കുന്നുണ്ട്. ആ തണൽ കൊടുക്കുന്നതുകൊണ്ട് ഒരു എപ്പോഴും ഈ ചെടികൾക്ക് ഒരു പച്ചപ്പ് തന്നെ നമുക്ക് അതുകൊണ്ട് ലഭിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുകൂടാതെ നമ്മൾ കള എപ്പോഴും നമ്മൾ കൺട്രോൾ ചെയ്താണ് നിർത്തുന്നത്.
ഒരു 3-4 പ്രാവശ്യം നമ്മളിതിൻ്റെ ചുവട് തെളിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പച്ചച്ചാണാണെങ്കിലും കലക്കി ഒഴിക്കുന്നുണ്ട്. ഒരു 2 പ്രാവശ്യം നമ്മൾ രാസവളം ഇടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൃഷി രീതി. ഇത് ഏത് ഇനങ്ങളാണ് ചെയ്യുന്നത്? ഇത് നമ്മളാണെങ്കിൽ ചെയ്യുന്നത് റോബസ്റ്റയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളാണെങ്കിൽ നഴ്സറിയിൽ നിന്ന് മേടിച്ച നട്ട തൈയാണ്. പക്ഷെ നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ നമ്മളപ്പോൾ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ചെടിയിൽ നിന്ന് അടുത്ത വർഷം അത്യാവശ്യം നമുക്ക് ആദായം കിട്ടും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് മണ്ണിൽ നിന്ന്. ഇതിപ്പം റോബസ്റ്റ എങ്ങനെ പൊതുവിൽ എങ്ങനെയുണ്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ? റോബസ്റ്റ ആണെങ്കിൽ ഇവിടെ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സംഗതിയാണ് റോബസ്റ്റ. നമ്മൾ കറക്റ്റ് അത് പ്രൂൺ ചെയ്ത് നിർത്തുവാണെങ്കിൽ നമുക്കൊരു ചെടിയിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് ആദായം കിട്ടുമെന്നാണ് എൻ്റെ തീരെ ചെറുപ്പത്തിൽ തൊട്ടുള്ള ഇപ്പോൾ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. സാർ, നമ്മൾ ഈ കാപ്പിയെ പ്രൂൺ ചെയ്യുന്ന രീതി കൊണ്ടെന്ന് പറയാം, ഈ ചെറുപ്പത്തിൽ നട്ട് കഴിഞ്ഞ ഒരു 6-6.5 അടി പൊക്കത്തിൽ നിന്ന് നമ്മൾ മുകളിൽ കൂമ്പ് ഒടിച്ചു വിടണം. ഒടിച്ചു വിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ഏകദേശം നന്നായിട്ടത് അങ്ങ് ഡെവലപ്പ് ചെയ്ത് ഒരു 4-5-6 അടി വരെ അത് വിസ്താരത്തിൽ വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം കിട്ടും. ഇത് പൊങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കാ പറിച്ചെടുക്കാനും മറ്റുള്ള കാര്യത്തിനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത് പ്രൂൺ ചെയ്യുന്നത്. വിസ്താരം വരുമ്പോൾ എന്തരം വരും? അത് വിസ്താരം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ 6 അടി 7 അടിയിലേക്ക് വരും. അത് അപ്പോൾ നമ്മൾ എത്ര അകലത്തിലാണ് നടേണ്ടത്? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ നട്ടശാല അടുത്ത് പോയി ഒരു 12-14 അടി അകലത്തിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കൂടുതൽ ഉൽപ്പാദനം നമുക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് ഇടവേളയായിട്ട് കമുകും തെങ്ങും നമുക്ക് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ കാപ്പിക്ക് ചെറിയൊരു ഷെയ്ഡ് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ കമുകും തെങ്ങും അതിനകത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. ഷെയ്ഡ് നല്ലോണം വേണോ അതോ? ഷെയ്ഡ് അത്യാവശ്യം വേണം. ഒരു ഓവറായിട്ട് ഷെയ്ഡല്ല, അതിന് അത്യാവശ്യമാണെങ്കിൽ. കാര്യം പറഞ്ഞാൽ കാപ്പി ഏത് കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കുന്നതാണ്. പക്ഷേ ചൂട് ഒത്തിരി കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഉണങ്ങിപ്പോകുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. ഇതിന് വെള്ളം കൊടുക്കണം നല്ലോണം. വെള്ളം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. വേനൽക്കാലത്ത് നന കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു മാസത്തിൽ ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഉൽപ്പാദനം അതനുസരിച്ച് നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഈ നന കുറവാണെങ്കിൽ ഉൽപ്പാദനം തീർത്ത് കുറവായിരിക്കും. ഞാൻ നിൽക്കുന്ന ഈ ജാതിമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 വർഷം പഴക്കമുള്ളൊരു ജാതിമരമാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ജാതിയുടെ തൈ മേടിച്ചുകൊണ്ട് വന്നതാണ്. ബഡ് ജാതിയല്ല, ബഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ പൂവും കായൊക്കെ കണ്ടു. അപ്പോൾ അത് പെൺജാതി ആയതുകൊണ്ടാണ് നിർത്തിയത്. ഈ ഒരു ജാതിയിൽ നിന്ന് എനിക്ക് ശരിക്കൊരു 3000-4000 രൂപയുടെ ആദായം ഒരു വർഷം കിട്ടുന്നുണ്ട്. ഈ ജാതിക്കുള്ള ഒരു ന്യൂനത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ഭയങ്കരമായിട്ട് കായ്ക്കും. പത്രിക്ക് കട്ടി കുറവാണ്. പക്ഷേ ഇപ്പം ഞാൻ വളങ്ങൾ കൂടുതൽ കൊടുക്കാൻ തുടങ്ങിയ പിന്നെ പത്രിക്ക് കട്ടി കൂടുതൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും ഒരേ മേനി കായ്ക്കുന്ന ഒരു ജാതിയാണിത്. ഇപ്പം ഞങ്ങളിവിടെ എന്തേലും ജാതി ചെയ്യുന്നുണ്ട് മൊത്തം? ഞാനിപ്പോൾ ഈ ഒപ്പം തന്നെ ഒരു 8-10 ജാതിയുണ്ട്. പിന്നെ ആണെങ്കിൽ തൈ ജാതികൾ ഒരു 2ാം വർഷം 3ാം വർഷം ആയതൊരു 10-60 എണ്ണം വേറെ നട്ടിട്ടുണ്ട്. കാരണം ഇടവളയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ജാതിക്കകത്ത് നമ്മൾ തെങ്ങും കമുകും ആണ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കാണെങ്കിൽ അകലം ഭയങ്കരമായിട്ട് കൂട്ടി കൊക്കോയും നട്ടിട്ടുണ്ട്. ജാതി ഇവിടെ നന്നായി ഉണ്ടാവുമല്ലേ? ജാതി ഇവിടെ നന്നായിട്ടുണ്ടാവും. ഇവിടുത്തെ കാലാവസ്ഥ അത് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. നന്നായിട്ട് ജാതി തോട്ടങ്ങൾ തന്നെ ഇവിടെയുണ്ട്. നമ്മുടെ സമീപ പ്രദേശത്തുണ്ട്. നന്നായിട്ട് ആൾക്കാർ ജാതി കൃഷി ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ആദായം ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അതിൽ തന്നെയാണെങ്കിൽ പുതുമഴ നമുക്ക് ആദ്യം കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ നനയും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന ഒരു ആദായമാണ് ജാതി. അതും നമുക്ക് ഒരു 2-3 മാസം ഒഴിച്ച് ബാക്കി ഫുൾ ടൈം നമുക്ക് ആദായം കിട്ടുന്നതാണ്. ഏറ്റവും കൂടുതൽ പഞ്ഞമാസത്തിലാണ് ഏറ്റവും കൂടുതൽ ജാതിയുടെ ആദായം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത്. ബാക്കിയുള്ള കൃഷികളുടെ ആദായം പിന്നെ ആ ഒപ്പം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഏലം മാത്രമേ ഉള്ളൂ ഈ ജാതിയുടെ അത്ര ആദായം കിട്ടുന്നത്. കുരുമുളകാണെങ്കിൽ നമുക്ക് വർഷത്തിൽ ഒന്നുള്ളൂ. അല്ലെങ്കിൽ കൊക്കോ ആണെങ്കിൽ നമുക്ക് വർഷത്തിൽ മൊത്തം ആദായം കിട്ടുന്നതാണ്. തെങ്ങാണെങ്കിൽ നമുക്ക് വർഷത്തിൽ ആദായം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 60 ദിവസം കൂടുമ്പോഴാണ് നമുക്ക് തേങ്ങ ഇടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളൊരു കിടിലൻ കർഷകനെയാണ് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആ കർഷകൻ്റെ അറിവുകളും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മകരക്കൊയ്ത്തിൻ്റെ അടുത്തൊരു ദിവസത്തിൽ നല്ലൊരു കർഷകനുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ജോബിൻ ഞാമണി സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്.